ഹായ് സ്റ്റുഡൻസ്, നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം റേഷ്യോ അനാലിസിസിലെ ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം ചെയ്തു തുടങ്ങുന്നതിന് മുന്നേ റേഷ്യോ അനാലിസിസിലെ എല്ലാ റേഷ്യോസും ഒന്ന് പഠിച്ചിട്ട് മാത്രം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. മദ്രാസ് ലിമിറ്റഡ് intended to supply goods on credit to Jawahar Limited and Shekhar Limited. The relevant information relating to the companies for the year ended 30th June 2025 are as follows. മദ്രാസ് ലിമിറ്റഡ് ജവഹർ ലിമിറ്റഡിനും ശേഖർ ലിമിറ്റഡിനും ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് കമ്പനിയുടെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് 1,50,000, ഡെപ്റ്റേഴ്സ് 34,000, cash 6,000, creditors 60,000, bank overdraft 8,000, outstanding expenses 12,000, total purchases 1,86,000, cash purchases 6,000. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ജവഹർ ലിമിറ്റഡിന്റെ തന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ ശേഖർ ലിമിറ്റഡിന്റെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ആസ് എ മാനേജ്മെന്റ് അക്കൗണ്ട് അഡ്വൈസ് വിത്ത് റീസൺസ് ആസ് ടു വിച്ച് ഓഫ് ദി കമ്പനീസ് ഷുഡ് പ്രിഫേർഡ് ഫോർ ഡീലിംഗ്സ്. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഏത് കമ്പനിക്കാണ് ഡീലിംഗ്സിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ആവറേജ് പേയ്മെന്റ് പീരീഡും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഫോർമുല എന്താണ്? ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്ന ഡീറ്റെയിൽസിൽ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ് എന്നുള്ളത് നോക്കാം. ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ്? സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആണ്, ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്, ക്യാഷ് കറണ്ട് അസറ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് കറണ്ട് അസറ്റ്സ് തന്നിട്ടുള്ളത്. ഇനി കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കറണ്ട് ലയബിലിറ്റീസ് ആണ് ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റി ആണ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് കറണ്ട് ലയബിലിറ്റി ആണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസും കറണ്ട് ലയബിലിറ്റി ആണ്. ഇത്രയാണ് കറണ്ട് ലയബിലിറ്റീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കറണ്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ 1,60,000 പ്ലസ് 34,000 പ്ലസ് 6,000. നമുക്ക് കറണ്ട് അസറ്റ് ടോട്ടൽ കിട്ടുന്നത് 2 lakh ആണ്. ഇനി കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ് 60,000, ഓവർഡ്രാഫ്റ്റ് എക്സ്പെൻസസ് 8,000, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് 12,000. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ കറണ്ട് ലയബിലിറ്റീസ് 80,000 എന്ന് കിട്ടുന്നു ജവഹർ ലിമിറ്റഡിന്റെ. ഓക്കെ, അപ്പോൾ 2 lakh ഡിവൈഡഡ് ബൈ 80,000 ഇസ് ഈക്വൽ ടു 2.5:1 എന്നാണ് കറണ്ട് റേഷ്യോ കിട്ടുന്നത്. ഇതുപോലെ ശേഖർ ലിമിറ്റഡിന്റെയും ചെയ്ത് വെക്കുക. കറണ്ട് റേഷ്യോ ശേഖർ ലിമിറ്റഡിന്റെ എത്രയാണ് കിട്ടുന്നത്? 1.5:1 എന്നാണ് ശേഖർ ലിമിറ്റഡിന്റെ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്വിക്ക് റേഷ്യോ ആണ്. ക്വിക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റിൽ നിന്നും ഏതൊക്കെ മൈനസ് ചെയ്യണം? ഇൻവെന്ററീസും ലിക്വിഡ് അസറ്റാണ് ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റിൽ നിന്നും സ്റ്റോക്കും പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി മൈനസ് ചെയ്യണം. ഓക്കെ, ക്വിക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോക്ക് ആഡ് ചെയ്യില്ല, ഡെപ്റ്റേഴ്സ് ക്യാഷും മാത്രം എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഡെപ്റ്റേഴ്സ് എത്രയാണ്? 34,000, ക്യാഷ് 6,000. അങ്ങനെ ലിക്വിഡ് അസറ്റ്സ് എത്ര കിട്ടുന്നു? 40,000 എന്ന് കിട്ടുന്നു ഡിവൈഡഡ് ബൈ കറണ്ട് അസറ്റ്സ്. ഓക്കെ, ഇനി പോലെ തന്നെയാണ് ശേഖർ ലിമിറ്റഡിന്റെയും ചെയ്തു വെക്കുക. നമുക്ക് ഇവിടെ ക്വിക്ക് റേഷ്യോ എത്ര കിട്ടുന്നത്? 40,000 ഡിവൈഡഡ് ബൈ 80,000 ഇസ് ഈക്വൽ ടു 0.5:1 എന്നാണ് ക്വിക്ക് റേഷ്യോ ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് പേയ്മെന്റ് പീരിയഡ് ആണ്. ഓക്കെ, ആവറേജ് പേയ്മെന്റ് പീരിയഡ് ഇസ് ഈക്വൽ ടു എന്താണ് അതിന്റെ ഫോർമുല? ആവറേജ് പേയ്മെന്റ് പീരിയഡ് ഇസ് ഈക്വൽ ടു ആവറേജ് ക്രെഡിറ്റേഴ്സ് including bills payable divided by
നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 360. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഏത് ചെയ്യേണ്ടത്, ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്. ഓക്കെ, 360 ഓർ 365 എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ ചെയ്യുമ്പോൾ ആവറേജ് ക്രെഡിറ്റേഴ്സ് എത്രയാണ്, നമുക്കിവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് 60,000 ആണ്. ഓക്കെ, ഇനി നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല. എത്രയാണ് തന്നിട്ടുള്ളത്, ടോട്ടൽ പർച്ചേസസും തന്നിട്ടുണ്ട്, ക്യാഷ് പർച്ചേസും തന്നിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് എന്തായിരിക്കും, ടോട്ടൽ പർച്ചേസസ് മൈനസ് ക്യാഷ് പർച്ചേസസ് ആണ് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടുന്നത്. ഇവിടെ എത്ര വരിക, 1,86,000 മൈനസ് 6,000. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് എന്ന് പറയുന്നത് 1,80,000 ആയിരിക്കും. അപ്പോൾ 60,000 ഡിവൈഡഡ് ബൈ 1,80,000 ഇസ് ഈക്വൽ ടു 120 ഡേയ്സ്. ഓക്കെ, ഇങ്ങനെയാണ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ജവഹർ ലിമിറ്റഡിൻ്റെ 120 ആണ് കിട്ടുന്നത്. ശേഖർ ലിമിറ്റഡിൻ്റെ ഇതുപോലെ ചെയ്ത് നോക്കുക, അവിടെ ആൻസർ കിട്ടുന്നത് 90 ഡേയ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റർപ്രിറ്റേഷൻ ആണ്. ഇവിടെ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ കറണ്ട് റേഷ്യോ ആരുതാണ് ഹയർ, ജവഹർ ലിമിറ്റഡിൻ്റെ ആണ് ഹയർ. 2.5 ആണ്. ഓക്കെ, ഇറ്റ്സ് മോർ ദാൻ ദി ശേഖർ ലിമിറ്റഡ്. ശേഖർ ലിമിറ്റഡിന് 1.5 ഉള്ളൂ, ജവഹർ ലിമിറ്റഡിന് 2.5 ഉണ്ട്. ഓക്കെ, ഇനി ക്വിക്ക് റേഷ്യോ കമ്പയർ ചെയ്യുമ്പോഴോ, ക്വിക്ക് റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ 0.5 ആണ് ജവഹർ ലിമിറ്റഡിൻ്റെത്, ബട്ട് ശേഖർ ലിമിറ്റഡ് ഹാസ് 1. അപ്പോൾ അവിടെ ക്വിക്ക് റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ ശേഖർ ലിമിറ്റഡ് ഫൗണ്ട് ടു ബി ബെറ്റർ. ഓക്കെ, ബിക്കോസ് ജവഹർ ലിമിറ്റഡിൻ്റെത് കുറവാവാൻ കാരണം എന്താണ്, സ്റ്റോക്ക് അവർ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് ജവഹർ ലിമിറ്റഡിൻ്റെ ക്വിക്ക് റേഷ്യോ കുറയാൻ കാരണം. ഓക്കെ, ഇനി പേയ്മെൻറ്റ് പീരീഡ് കമ്പയർ ചെയ്യുമ്പോഴോ, പേയ്മെൻറ്റ് പീരീഡ് കമ്പയർ ചെയ്യുമ്പോൾ ശേഖർ ലിമിറ്റഡിൻ്റെ പേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 90 ഡേയ്സും ജവഹർ ലിമിറ്റഡിൻ്റെത് 120 ഡേയ്സുമാണ്. ഓക്കെ, ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നത് 90 ഡേയ്സിൻ്റെ ഉള്ളിൽ ശേഖർ ലിമിറ്റഡ് പേ ചെയ്യും, ജവഹർ ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ 120 ഡേയ്സാണ് പേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഈ 3 റേഷ്യോസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ബെറ്റർ ആയി തോന്നുന്നത് ശേഖർ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഡീലിങ്സിന് ബെറ്റർ ശേഖർ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മളുടെ ഇൻ്റർപ്രിറ്റേഷൻ. ഓക്കെ, താങ്ക് യു. പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം.